നമസ്കാരം, ദീപൂസാണ്. എന്തെല്ലാം ഈ പേര് ന്യൂസിലുള്ള ഒരുവിധ മലയാളീസൊക്കെ കേട്ടിട്ടുണ്ടാവും. ക്യാഷ് എന്ന് കേട്ടാൽ മലയാളികൾക്കൊക്കെ ചെറിയൊരു പേരുള്ളതാണ്. അതുകൊണ്ട് ആരും ഈ വഴിക്ക് തിരിഞ്ഞു നോക്കാൻ സാധ്യത വളരെ കുറവാണ്. ആ തിരിഞ്ഞു നോക്കാത്ത ഗഡ്ഡികൾക്കുള്ള വീഡിയോ ആട്ടത്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളും ഇവിടുന്ന് കിട്ടും. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിനൊക്കെ വേറെ കടയുണ്ട സുഹൃത്ത് എന്ന് വിചാരിക്കും. അവിടെ സെക്കൻഡ് ഹാൻഡ് സാധനം കിട്ടില്ലല്ലോ. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, നമ്മുടെ നാട്ടിലേക്ക് സാധനം വന്നെങ്കിൽ നന്നായി ക്ലിക്കായാനെ. നമ്മുടെ നാട്ടിലില്ല എന്നല്ലാട്ടാ, നമ്മുടെ നാട്ടിലുണ്ട്. മൊബൈൽ കിട്ടും സെക്കൻഡ് ഹാൻഡ്. പക്ഷേ ഈ വക ഐറ്റംസ് കിട്ടുമെന്ന് എനിക്കറിയില്ലാട്ടാ. പക്ഷേ ഇവിടെ എല്ലാം കിട്ടുമെന്ന്. എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം. ആദ്യമായിട്ട് ന്യൂസിലൻഡ് വരുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് കയറി കണ്ടോളൂ, അല്ലെങ്കിൽ വെറുതെ പുതിയ സാധനം വാങ്ങി കാശ് പോകും നിങ്ങളുടെ. ഇനി ഇവിടെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കയറി കാണാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടോളൂ, അവർക്കും ഇത് ഉപകാരപ്പെടും. ഇത് കാണുന്ന നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണെന്നെങ്കിലും ഒന്ന് ചിന്തിച്ചോ, നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയൊരു നല്ലൊരു സംരംഭം തന്നെയാണിത്. ആരും ചിന്തിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. അതല്ലേ ഹീറോയിസം. പ്രത്യേകിച്ച് മലയാളികളെ ഹീറോയിസം പഠിപ്പിക്കേണ്ടല്ലോ. നമ്മുടെ നാട്ടിലുണ്ട് സ്വർണം പറയാൻ വയ്ക്കാനുള്ള സെറ്റപ്പും വിൽക്കാനുള്ള സെറ്റപ്പും മൊബൈൽ പുതിയത് വാങ്ങാനുള്ള സെറ്റപ്പും കൊടുക്കാനുള്ള സെറ്റപ്പും എല്ലാം ഉണ്ട്. പക്ഷേ എല്ലാത്തിനും കൂടിയൊരു ഷോപ്പില്ലല്ലോ. അതാ നമുക്ക് വേണ്ടത്. കസ്റ്റമർ കടയിലേക്ക് കയറിയാൽ ഒന്നും വാങ്ങാതെ പോരുത്. അത് മാത്രമല്ലട്ടാ, ഇവിടെ നമുക്ക് സാധനം വേണമെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് സാധനങ്ങൾ കൊണ്ട് ഇവിടെ കൊടുക്കും ചെയ്യാം. അപ്പം നിങ്ങൾ വിചാരിക്കും ഇലക്ട്രിക് സാധനം മാത്രമേ പറ്റുള്ളൂ. അല്ലട്ടാ, നിങ്ങളുടെ ഗോൾഡും ഡയമണ്ടും എല്ലാം കൊണ്ട് കൊടുക്കാം അവിടെ. അതിന് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ചുള്ള പൈസ നിങ്ങൾക്ക് കിട്ടും ചെയ്യും. ന്യൂസിലൻഡിൽ വന്നിട്ട് പുതിയ സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന ആൾക്കാരെ ഒന്ന് ചിന്തിച്ചോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ നിന്ന് വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാരണ്ടി കിട്ടില്ല എന്ന്. ഇവിടെ നിന്ന് വാങ്ങി കഴിഞ്ഞാൽ ഗ്യാരണ്ടിയും വാറണ്ടി എല്ലാം കിട്ടുംട്ടാ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് കേട്ടോ. വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ വണ്ടിയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് കിട്ടും. വണ്ടിയിൽ വയ്ക്കാനുള്ള ക്യാമറ, സ്റ്റീരിയോ, CD-കൾ, വയറിംഗ് കിറ്റുകൾ, സ്പീക്കറുകൾ, സബ് വൂഫറുകൾ. വണ്ടിയിൽ വയ്ക്കാനുള്ള മാത്രമല്ല കേട്ടോ, വീട്ടിൽ വയ്ക്കാനുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടും. ഹോം തിയേറ്ററുകൾ, TV, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, സെക്യൂരിറ്റി ക്യാമറകൾ. അതുമാത്രമല്ല കേട്ടോ, ലാപ്ടോപ്പ്, ക്യാമറകൾ, സൺഗ്ലാസുകൾ, ഗോൾഡ്, ഡയമണ്ട്, ബ്രാൻഡഡ് ബാഗുകൾ. എന്തിനു പറയണത്, വണ്ടി റോട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് സ്റ്റാർട്ടാക്കാനുള്ള ജമ്പർ കേബിൾ വരെ ഇവിടെ കിട്ടും. കാശിന് അത്യാവശ്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോൾഡ് കൊണ്ട് ഇവിടെ കൊടുക്കുകയും ചെയ്യാം. മോഹൻലാൽ ചോദിച്ചപ്പോലെ വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനാ നാട്ടിൽ തെണ്ടി നടപ്പ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മൂവായിട്ട് ഓസ്ട്രേലിയക്കോ നാട്ടിലോട്ടോ വേറെ രാജ്യങ്ങൾക്കോ പോണവർക്കും അവരുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടു കൊടുക്കാം. അതിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ട് അതിന് വേണ്ട പൈസ അവർ തരും. അപ്പം എല്ലാം സെറ്റല്ലേ? ഇവർക്ക് ന്യൂസിലൻഡ് വൈഡ് 22 ഷോറൂം ഉണ്ട് കേട്ടാ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടാ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കല്ലേട്ടാ.